ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ശാർക്കരത്തെ ലൈറ്റ്സും റൈഡ്സും ഒക്കെ കാണണമെങ്കിൽ നൈറ്റ് ടൈമിൽ തന്നെ പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്നത് ശാർക്കരയിലോട്ട് പോവാണ്. ഇത് ശാർക്കരത്തെ ലൈറ്റ് അല്ല, ഇത് അഴൂർ അമ്പലത്തിലെ ലൈറ്റാണ്. രണ്ട് അമ്പലത്തിൽ ഒരേ സമയത്താണ് ഉത്സവം മീനഭരണി. അപ്പോൾ അഴൂർ അമ്പലത്തിലെ ലൈറ്റൊക്കെ കണ്ട് നമ്മൾ നേരെ ശാർക്കരയിലോട്ട് പോയി. പക്ഷേ ചെന്ന സമയം ഭയങ്കര ബെസ്റ്റായിരുന്നു. ഒട്ടുക്കത്തെ ബ്ലോക്ക്. ഒരു 1 അവർ അടുപ്പിച്ച് നമ്മൾ ആ ബ്ലോക്കിൽ കിടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറാൻ പറ്റിയത്. ഇപ്പം തന്നെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഭരണിയിലന്നത്തെ കാര്യം പറയേ വേണ്ട. എങ്ങനെയൊക്കെയോ അമ്പലത്തിലെത്തി. ഇതാ റൈഡുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ശാർക്കരത്തെ കിടിലൻ റൈഡുകൾ. ഇതൊക്കെ ഓക്കെയാണ്. ഈ ബോട്ട് തന്നെ 2 ഉണ്ട്. ഇത് വലിയ സൈസാണ്. ഇതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മണ്ടയിലിരുന്ന ആൾക്കാർ അയ്യോ അമ്മയെന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. കയറാൻ പറ്റത്തില്ല. ഈ ജയൻറ്റ് വീൽ ദൂരെ നിന്ന് കറങ്ങുന്ന കാണാനും നല്ല രസമാണ്. ആ ലൈറ്റ്സും അതെല്ലാം മൊത്തത്തിൽ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. അവിടുത്തെ ഏറ്റവും കിടിലൻ സാധനം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വണ്ടർലയിലെ സ്പേസ് ഗൺ പോലെയൊക്കെയുള്ള ഒരു സാധനം. ഇതിൻ്റെ ചോട്ടിലും അത്യാവശ്യം വിളി കേൾക്കാനുണ്ട്. അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് മെഹന്തി ഇടുന്ന ഒരു ചേട്ടൻ. കുഞ്ഞപ്പൻ അത് കണ്ടപ്പോഴത്തേക്കും അതൊന്ന് ട്രൈ ചെയ്യണം അമ്മയെന്ന് ഭയങ്കര ആഗ്രഹം. പിള്ളേർക്കൊന്നും ഇതത്ര നല്ലതല്ല, എന്തൊക്കെയോ കെമിക്കലാണ്. എന്നാലും ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നോ പറയാനും പറ്റിയില്ല. പിന്നെ അവിടെ കിടന്ന് കരച്ചിലാവും. എന്തായാലും ഒരു പ്രാവശ്യത്തേക്കല്ലേ എന്ന് കരുതി ട്രൈ ചെയ്തു. ഡിസൈനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇത് 2 ദിവസം കഴിയുമ്പോൾ അതേപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. അമ്പലത്തിൽ ഇപ്രാവശ്യം ഭയങ്കര കിടില ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അമ്പലമൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് നേരെ വലിയടയിലേക്ക് പോയി. വലിയട എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെയിൻ ജംഗ്ഷനാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ്സും കിടിലം കാണാനായിട്ടൊക്കെ ഉള്ള ഒരു എൻട്രൻസ് എന്ന് പറയും. അങ്ങനെ അവിടെ പോയി അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കണ്ടു. ഇങ്ങനെ റോഡേ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മേലെ ഈ സാധനം കാണാൻ നല്ല രസമാണ്. അവിടുത്തെ ലൈറ്റ്സ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടുത്തെ ജംഗ്ഷനിലേക്ക് പോയി. അവിടെ ഇതുപോലത്തെ ആന, പുലി, അങ്ങനത്തെ കുറേ സെറ്റപ്പുകൾ, ലൈറ്റ്, സൗണ്ട്, പാട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴുണ്ടടാ ഒരു ഓട്ടോ ചേട്ടൻ തൻ്റെ ഓട്ടോ എടുത്ത് അതിൻ്റെ മണ്ടയിൽ വെച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കാണാനൊക്കെ ഒരു രസമുണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങളെല്ലാവരും നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.